ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവതകഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5-ാമത്തെ സ്കന്ധത്തിലെ 62-ാമത്തെ കഥയായ ഭരതൻ്റെ കഥയാണ്. ഭാഗവതനായ ഭരതൻ പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് രാജപരിപാലനം ഏറ്റെടുത്തു. വിശ്വരൂപൻ്റെ പുത്രിയായ പഞ്ചജനിയെ വിവാഹം കഴിച്ചു. അവർക്ക് 5 പുത്രന്മാർ ജനിച്ചു. അവർ ആരൊക്കെയാണെന്നറിയാമോ? അവരാണ് സുമതി, രാഷ്ട്രഭൃത്ത്, സുദർശനൻ, ആവരണൻ, ധൂമ്രകേതു. അതുവരെ അജനാഭം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഭരതൻ്റെ കാലം മുതൽ ഭാരതം എന്ന പേരിൽ വിളിച്ചു പോന്നു. ജ്ഞാനിയായ ആ രാജാവ് പൂർവികരെപ്പോലെ സ്വപ്രജകളെ വാത്സല്യപൂർവ്വം പരിപാലിച്ചു. അദ്ദേഹം യജ്ഞസ്വരൂപനായി ശ്രദ്ധയോടെ അഗ്നിഹോത്രം, ചാതുർമാസം, സോമയാഗം എന്നീ പലതരത്തിലുള്ള കർമാനുഷ്ഠാനങ്ങളിലൂടെ ആരാധിച്ചു. തന്മൂലം പരിശുദ്ധ ഹൃദയനായി തീർന്ന അദ്ദേഹത്തിന് ഭഗവാനിൽ ദിവസം തോറും ഭക്തി വർദ്ധിച്ചു വന്നു. രാജാവിൻ്റെ മനസ്സിൽ ശ്രീവത്സം, കൗസ്തുഭം, വനമാല, ചക്രം, ശംഖം, ഗദ മുതലായവ ധരിച്ച ഭഗവത് രൂപം വിളങ്ങി. 10,000 വർഷം അങ്ങനെ കടന്നുപോയി. അതിനുശേഷം രാജ്യം ഭരതൻ പുത്രന്മാർക്ക് യഥാവിധി ഭാഗിച്ചു കൊടുത്ത് സർവൈശ്വര്യവും തികഞ്ഞ കൊട്ടാരത്തിൽ നിന്ന് പുലഹാശ്രമത്തിലേക്ക് സർവസംഘ പരിത്യാഗിയായി പോയി. അവിടെയുള്ള ഹരിക്ഷേത്രത്തിൽ ഭക്തവത്സലനായ ഭഗവാൻ അവരുടെ ഇഷ്ടരൂപത്തിൽ മരുവുന്നു. ആശ്രമത്തിനു ചുറ്റും ചക്രനദി എന്ന പേരിൽ പ്രസിദ്ധമായ ഗണ്ഡകി നദി സാളഗ്രാമങ്ങൾ കൊണ്ട് സർവത്ര ശുദ്ധീകരിച്ചു ഒഴുകുന്നു. പുലഹാശ്രമത്തിലെ ഉപവനത്തിൽ അദ്ദേഹം പൂക്കളും ലതകളും തളിരുകളും തുളസിയും ജലവും ഉപയോഗിച്ച് ഭഗവാനെ പൂജിച്ചു. ഒന്നിലും ആഗ്രഹമില്ലാതെ ശാന്തനായി ഇരുന്ന് പരമാനന്ദം അനുഭവിച്ചു. നിരന്തരം ചെയ്യുന്ന ആരാധന കൊണ്ട് ഭക്തിയിൽ മുഴുകി ഹൃദയം ആനന്ദനൃത്തം ചെയ്തു. ഭഗവത് സ്വരൂപം സ്വഹൃദയത്തിൽ ദർശിച്ച് മറ്റൊന്നും സ്മരിക്കാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹം അശക്തനായിത്തീർന്നു. അന്നും അദ്ദേഹം ഭഗവാനെ പൂജിക്കാനുള്ള ഒരുക്കങ്ങൾ, വ്രതങ്ങൾ സ്വീകരിച്ച് മാൻതോലുമുടുത്ത് ജടാധാരിയായി സൂര്യഭഗവാനെ വന്ദിച്ച് സ്തുതിച്ചുകൊണ്ട് നദീതീരത്ത് ഇരുന്നു. 3 മുഹൂർത്ത നേരം കടന്നുപോയി. പെട്ടെന്ന് ഒറ്റയ്ക്കൊരു മാൻപേട പരവശയായി നദീതടത്തിലെത്തി. മാൻപേട നദിയിലിറങ്ങി വെള്ളം കുടിക്കുവാൻ ആരംഭിച്ചു. അടുത്തതായി അതിഭയങ്കരമായ ഒരു സിംഹഗർജനം ഉയർന്നു. മാൻപേട ഭയം കൊണ്ട് വിറച്ചു. ഗർഭിണിയായ അവൾ ഭയപ്പാടോടെ നദിയുടെ അക്കരയ്ക്ക് എടുത്തു ചാടി. അതിനിടയിൽ അവളുടെ ഗർഭം സ്വസ്ഥാനത്തു നിന്ന് ഇളകി പുറത്തുവന്ന് നദിയിൽ പതിച്ചു. അക്കരയിൽ ചെന്നു വീണ മാൻപേട അവിടെ നിന്ന് പേടിച്ച് ദുഃഖത്തോടെ ഇഴഞ്ഞ് പതുക്കെ പതുക്കെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവൾ അതിപരവശയായി തീർന്നിരുന്നു. ഉടൻ തന്നെ ജീവൻ വെടിഞ്ഞു. നദിയിൽ കൂടി ഒഴുകിപ്പോകുന്ന മാൻകുട്ടിയെ ഭരതൻ ശ്രദ്ധിച്ചു. ശിശുവിൻ്റെ ചലനം നിലച്ചോ? കരയ്ക്കടിഞ്ഞാൽ അമ്മയില്ലാതെ അതെങ്ങനെ ജീവിക്കും? കരുണാവത്സലനായ രാജാവ് ശിശുവിനെ പുഴയിൽ നിന്നും രക്ഷിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. ആരോരുമില്ലാത്ത മാൻകുട്ടിയെ രക്ഷിക്കണം. രാജാവിൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. ശിശുവിന് ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകി. ചുംബിച്ചും ലാളിച്ചും അതിനെ ഓമനിച്ചും ചൊറിഞ്ഞും തീറ്റ കൊടുത്തും കുഞ്ഞിന് മാതൃസ്നേഹം നൽകാൻ ശ്രമിച്ചു. താപസന്റെ വ്രതനിയമാദികളും ഈശ്വരാരാധനയും എല്ലാം ഓരോന്നായി മുടങ്ങാൻ തുടങ്ങി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയപ്പോൾ തപശ്ചര്യകളെല്ലാം അദ്ദേഹം നിർത്തി. മാൻകുട്ടിക്ക് താനല്ലാതെ മറ്റാരുമില്ല. മാതാവായും പിതാവായും സഹോദരനായും ബന്ധുവായും താൻ മാത്രം. അവൻ തന്നെ മാത്രമേ അറിയൂ. മറ്റാരെയും അവൻ അറിയില്ല. ശരണാഗതരെ ഉപേക്ഷിക്കുന്നത് ദോഷമാണ്. അതുകൊണ്ട് താൻ ചെയ്യുന്ന പോഷണ, പാലന, പ്രീണന, ലാളനങ്ങളെല്ലാം ഉചിതമാണെന്ന് ഭരതൻ വിശ്വസിച്ചു. എതിർക്കുന്നവരെ ന്യായം പറഞ്ഞു തോൽപ്പിക്കുവാനും അദ്ദേഹം മറന്നില്ല. രാജാവ് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം മാൻകുട്ടിയോടുള്ള സ്നേഹത്തിൽ ബദ്ധഹൃദയനായി അവനെ സ്വന്തം പുത്രനെപ്പോലെ കൂട്ടി നടന്നു. അവൻ കൂടെ ഇല്ലാതിരുന്നാൽ രാജാവിന് അസ്വസ്ഥത വർദ്ധിക്കും. അദ്ദേഹം പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കുവാൻ പോകുമ്പോൾ പോലും ചെന്നായ്ക്കളെ പേടിച്ച് മാൻകുട്ടിയെ ഉപേക്ഷിക്കാറില്ല. അവൻ ചാടിച്ചാടി തന്നിൽ നിന്ന് അകന്നാൽ രാജാവ് അവനെ പിടിച്ച് ചുമലിലേറ്റി നടക്കും. അവനെ മടിയിലും മാറത്തും വെച്ച് ലാളിക്കുമ്പോൾ അദ്ദേഹം പരമാനന്ദം അനുഭവിച്ചു. മാൻകുട്ടിയെ കാണാൻ വൈകിയാലോ അദ്ദേഹം കണ്ണുനീർ വാർക്കും.
ചിലപ്പോൾ മോഹാക്രാന്തനായി പലതും പറഞ്ഞു പുലമ്പും. കഷ്ടം, ചത്ത മാൻപേടയുടെ കുഞ്ഞായ ഈ മാൻ എന്നെ വിശ്വസിച്ച് ഇനി തിരിച്ചു വരില്ലേ? ആശ്രമത്തിലെ പുല്ലുതിന്ന് മേഞ്ഞു നടക്കുന്നത് കാണാൻ ഇനി കഴിയില്ലേ? വല്ല ചെന്നായിയോ ദുഷ്ടമൃഗമോ അവനെ കൊന്നു തിന്നുമോ? സൂര്യൻ അസ്തമിക്കാറായി. തള്ളമാൻ തന്നെ ഏൽപ്പിച്ച ആ കുട്ടിമാൻ ഇതുവരെ വന്നില്ല. ആ കുട്ടിമാൻ രാജകുമാരനെപ്പോലെ എന്നെ സമീപിച്ച് ബാലലീലകളാടി എന്നെ ആനന്ദിപ്പിക്കില്ലേ? ചിലപ്പോൾ താൻ കളിയായി സമാധി നടിച്ച് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്തുവന്ന് മൃദുവായ കൊമ്പുകൊണ്ട് എൻ്റെ ശരീരത്തിൽ കുത്തുമോ? ഹവിസ്സു വെച്ചിട്ടുള്ള ദർഭപ്പുല്ല് കടിച്ചു തിന്നുമ്പോൾ താൻ ശകാരിച്ചാൽ അച്ചടക്കമുള്ള ഋഷികുമാരനെപ്പോലെ ഭയത്തോടെ കളികളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പുത്രൻ സർവേന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് നിലകൊള്ളാറില്ലേ? മാൻകുഞ്ഞിൻ്റെ കുളമ്പടികൾ ഏറ്റ ഭൂമി യജ്ഞഭൂമി തന്നെയാണ്. സിംഹത്തെ പേടിച്ച് മരിച്ചുപോയ മാൻപേടയുടെ കുഞ്ഞിനെ ചന്ദ്രഭഗവാൻ വാത്സല്യത്തോടെ പരിപാലിക്കുമോ? പുത്രവിയോഗത്താലുണ്ടായ ജ്വരാഗ്നിയുടെ ജ്വാലയേറ്റ് തപിക്കുന്ന എന്നെ അമൃതമയ കിരണം കൊണ്ട് ചന്ദ്രദേവൻ താപവിമുക്തനാക്കുമോ? ഇങ്ങനെ പലതും ചിന്തിച്ച് ദുഃഖിതനും മഹാതപസ്വിയുമായ ഭരതൻ യോഗ പരിശീലനത്തിൽ നിന്നും ഈശ്വരാരാധനയിൽ നിന്നും പിന്തിരിഞ്ഞു. മുക്തിക്ക് തടസ്സമാകുന്നുവെന്ന് കരുതി സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ആശ്രമത്തിലെത്തിയ രാജർഷിക്ക് ഒരു മാൻകുട്ടിയിൽ ഇങ്ങനെ അത്യാസക്തി വന്നതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മാൻകുട്ടിയോടുള്ള അത്യാസക്തിയാൽ ആത്മചിന്ത നഷ്ടപ്പെട്ട രാജൻ്റെ അടുത്തേക്ക് ആർക്കും തടുക്കാൻ കഴിയാത്ത മരണകാലം എത്തിച്ചേർന്നു. അപ്പോൾ പുത്രനെപ്പോലെ അടുത്തുനിന്ന് വ്യസനിക്കുന്ന മാൻകുട്ടിയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു. തുടർന്ന് പൂർവ്വസ്മരണയോടെ ഒരു പ്രാകൃതനെന്നോണം അദ്ദേഹം പുതിയ ജന്മമെടുത്തു. ഒരു മാനായി പിറന്നു. മൃഗജന്മത്തിലും അദ്ദേഹം താൻ മൃഗമായി ജനിക്കാനുള്ള കാരണം ചിന്തിച്ചു ദുഃഖിച്ചു. പുതിയ മാനായി പിറന്ന അദ്ദേഹം വിലപിച്ച് ഇങ്ങനെ യോതി: കഷ്ടം, ഞാൻ ധീരന്മാരുടെ മാർഗത്തിൽ നിന്നും ഭ്രഷ്ടനായിരിക്കുന്നു. സർവസംഗ വിമുക്തനായ എൻ്റെ മനസ്സ് ഭഗവാന്റെ കഥകൾ കേട്ടും സ്വരൂപം ധ്യാനിച്ചും മഹത്വം കീർത്തിച്ചും വിഗ്രഹം പൂജിച്ചും നിരന്തരം സ്മരിച്ചും ഒരു നിമിഷം പോലും ഒഴിവാക്കാതെ ഏകാഗ്രമായി അർപ്പിച്ചിരുന്നു. എന്നിട്ടും ജ്ഞാനമുറയ്ക്കാത്ത എൻ്റെ മനസ്സ് മാൻകുട്ടിയുടെ അടുത്തേക്ക് തന്നെ ഗമിച്ചു. മാൻകുട്ടി വൈരാഗ്യത്തോടെ തൻ്റെ മാതാവായ മാൻപേടയെ ഉപേക്ഷിച്ച് ഭഗവത് സാന്നിധ്യമുള്ള പുലസ്ത്യാശ്രമത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹം തൻ്റെ അവസാനകാലം പ്രതീക്ഷിച്ചുകൊണ്ട് ഉണങ്ങിയ ഇലയും മറ്റും ഭക്ഷിച്ച് ജീവിതാന്ത്യം കാത്ത് കഴിഞ്ഞുകൂടി. അന്ത്യം അടുത്തു. അദ്ദേഹം തീർത്ഥജലത്തിലേക്ക് ഇറങ്ങി നിന്ന് സ്വശരീരം ത്യജിച്ചു. ഹരേ കൃഷ്ണ. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മരണസമയത്ത് എന്തിനെക്കുറിച്ചാണോ ആഗ്രഹിക്കുന്നത്, അത് ഓർമ്മിക്കുന്നത്, നമ്മൾ അതായിത്തീരുമെന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനാണ് നമ്മളെപ്പോഴും ഭഗവാന്റെ നാമജപം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മരണസമയത്ത് ഭഗവാനെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കാനായിട്ട് പറ്റും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഇനി അടുത്തൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ.